ഹായ്, പപ്പ പ്ലാറ്റേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ഹെൽത്തിയും ന്യൂട്രീഷ്യസ് ആയ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വെജ് തവ പുലാവ് ഉണ്ടാക്കി നോക്കാം. നമ്മൾ കുറച്ച് നാൾ മുമ്പിട്ട ജീര റൈസും ദാൽ ഫ്രൈഡും റെസിപ്പി നിങ്ങൾ കണ്ടല്ലോ. അതുപോലെ തന്നെ വളരെ ഈസിയും നമുക്ക് ലഞ്ചിന് പറ്റിയ ഒരു റെസിപ്പിയാണ് ഈ വെജ് തവ പുലാവ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയുടെ എൻഡിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ കിച്ചണിലേക്ക് കടക്കാം. അപ്പോൾ പുലാവ് ഉണ്ടാക്കാൻ ഞാനിവിടെ എടുക്കുന്നത് 1 ഗ്ലാസ് അരിയാണ്. നമുക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം. ബിരിയാണി അരി ആയാലും കുഴപ്പമില്ല, ജീരാസറ ആയാലും കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടമുള്ള അരി എടുത്ത് പുലാവ് ഉണ്ടാക്കാം. അപ്പോൾ ഈ അരി വേവിക്കുന്ന പ്രോസസ്സൊക്കെ ഞാൻ എൻ്റെ ജീര റൈസിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ കാണാത്തവർക്ക് വേണ്ടി ഇവിടെ ഓടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരി ഒരു 5-6 പ്രാവശ്യം വെള്ളം ക്ലിയർ ആവണ വരെ കഴുകിയിടുക. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ച് നമുക്ക് അതിനൊരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം. അരി മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു വെക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, അരി കുതിർത്ത് വെച്ചതിന് ശേഷം എടുത്ത് പിന്നെ കഴുകരുത്. എന്ന് വെച്ചാൽ ആ സമയത്ത് അരി സോഫ്റ്റ് ആയിരിക്കും, അപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അരി സോക്ക് ചെയ്യാൻ വെച്ച നേരം കൊണ്ട് ഞാൻ ഇവിടെ പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ പച്ചക്കറികളാണ് വേണ്ടതെന്ന്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് 2 സവാള, അതിൻ്റെ കൂടെ 3 തക്കാളി. ഈ എല്ലാ വെജിറ്റബിൾസും ഞാൻ റഫായിട്ടാണ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈസും ഷേപ്പും ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചോപ്പ് ചെയ്യാം. പിന്നെ വേണ്ടത് 2 വേവിച്ച ഉരുളക്കിഴങ്ങ്, പിന്നെ 1 ക്യാരറ്റ് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കി അരിയാം, എന്ന് വെച്ചാൽ അത് വെന്ത് കിട്ടണ്ടേ, അതിനു വേണ്ടി. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്. ഇത് ഇനി വരാൻ പോകുന്നത് എല്ലാം പച്ച കളറാണ്. ഇതിന് നമ്മുടെ ക്യാപ്സിക്കം ഒരു 1/2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഫ്രോസൺ പീസ്. ഫ്രോസൺ ആയതുകൊണ്ട് അതിൻ്റെ ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നോർമൽ പീസ് ഉണ്ടെങ്കിൽ അത് വേവിച്ചിട്ട് എടുത്താലും മതി. പിന്നെ വേണ്ടത് ചെറുതായി അരിഞ്ഞ 2 പച്ചമുളക്. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില, ഇതിന് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് കസൂരി മേത്തിയും. ഈ കസൂരി മേത്തി ഓപ്ഷനല്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇത് രണ്ടും ചേരുമ്പോൾ നല്ലൊരു സ്മെല്ലും ഫ്ലേവറൊക്കെ ഉണ്ടാവും. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. പിന്നെ വേണ്ടത് നമ്മൾ ഈ പുലാവിന് ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റും ഫ്ലേവറും തരുന്ന മസാല, അതാണ് ഈ പാവ് ഭാജി മസാല. പിന്നെ ഈ ടേസ്റ്റ് തന്നെ കിട്ടണമെന്നില്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ മസാല ആയാലും ഇടാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടതിന് കുറച്ച് ബട്ടർ. നമ്മൾ ഈ പുലാവ് നെയ്യിലോ ബട്ടറിലോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. പക്ഷേ നിങ്ങൾക്ക് അത് ഇഷ്ടമില്ല, ഓയിലാണ് ഇഷ്ടമെങ്കിൽ ഓയിൽ ഉണ്ടാക്കിയാലും മതി. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ വീഡിയോ പ്ലീസ് ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഓൾ ആക്കി വെക്കുക. അപ്പോൾ ഞാൻ ഇനി പുതിയ വീഡിയോസ് ഇടുമ്പോൾ യൂട്യൂബ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസിനായി പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അരമണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി 2-3 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഉപ്പിൻ്റെ സ്വാദ് കുറച്ചും കൂടി ഒന്ന് മുകളിൽ നിൽക്കണം, എന്നാലേ നമ്മൾ അരിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് പുലാവിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചോറ് വെന്ത് കഴിയുമ്പോൾ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ തലേ ദിവസത്തെ ബാക്കിയുള്ള ചോറുണ്ടെങ്കിൽ അത് വെച്ചാലും നമുക്ക് ഈ പുലാവ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ വേവിക്കുന്ന പ്രോസസ്സ് മാത്രം സ്കിപ്പ് ചെയ്താൽ മതി. ഈ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ കുതിർത്ത് വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ അടച്ച് വെച്ച് ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നമ്മളെ അരി വെന്ത് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചേട്ടോ. ഇനി നമുക്കിതിൽ ബാക്കിയുള്ള വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അരി കൂടുതൽ വെന്ത് പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി അരി അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പുലാവ് ഉണ്ടാക്കാനുള്ള ബാക്കി പരിപാടികൾ നോക്കാം. ഈ തവ പുലാവ് ശരിക്കും വലിയ തവയിൽ ഉണ്ടാക്കാം. അത് പെണ്ടയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കടായി യൂസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. നെയ്യായാലും യൂസ് ചെയ്യുക, ഓയിലായാലും യൂസ് ചെയ്യുക. അപ്പോൾ ബട്ടർ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഈ നോർത്ത് ഇന്ത്യൻ ഡിഷസിലൊക്കെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ജീരകവും മല്ലിയിലും ഒക്കെ. അപ്പോൾ ആ സെയിം ടേസ്റ്റ് വേണമെങ്കിൽ ഇതൊക്കെ എന്തായാലും ചേർക്കാം. അപ്പോൾ ജീരകം പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള ബ്രൗൺ കളർ ആക്കണമെന്നില്ല, ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി. ഒന്ന് കളർ ചേഞ്ച് ആയാൽ നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഈ ക്യാരറ്റ് വേവാൻ കുറച്ച് സമയം എടുക്കും, അതുകൊണ്ട് അത് ചെറുതായി അരിഞ്ഞിട്ട് ഇടണമായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതിനെങ്ങനെ ഇളക്കി കൊടുക്കാം. ക്യാരറ്റൊക്കെ ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് നമ്മളുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഇനി നമുക്ക് നന്നായി വെന്തൊന്ന് ഉടഞ്ഞു കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ അടച്ചു വെച്ച് വേവിക്കാനായിരിക്കും നല്ലത്. തക്കാളി വേവണ വരെ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി തക്കാളി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇടാം കേട്ടോ, ഇതെന്നെ ഇടണമെന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മളെ പച്ചമുളക്, പിന്നെ നമ്മൾ ഫ്രോസൺ പീസിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് അതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളുടെ കസൂരി മേത്തിയും പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ്. നോർമൽ മുളക് പൊടിയായാലും ചേർക്കാം കേട്ടോ, ഇത് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ആഡ് ചെയ്യുന്നത്. ഇനി നമ്മളെ താരം, ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ
പാവ് ഭാജി മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയൊക്കെ ഒന്ന് യോജിപ്പിച്ച് അതൊന്ന് വെന്ത് വരുന്ന വരെ നമുക്ക് 2-3 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിക്കാണ്ടും ഇടാം, പക്ഷേ അത് വെന്ത് വരാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കും. വേണമെങ്കിൽ ക്യാരറ്റിൻ്റെ കൂടെ ഇട്ടാലും മതി. ക്യാരറ്റിൽ പക്ഷേ കുറച്ച് ബൈറ്റ് ഇടുന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഫുള്ളായിട്ട് വെന്തില്ലെങ്കിലും നമുക്ക് കടിക്കാൻ കിട്ടിയാലും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഉരുളക്കിഴങ്ങ് കംപ്ലീറ്റ് ആയിട്ട് വെന്തിട്ടില്ലെങ്കിൽ അത് സുഖം ഉണ്ടാവില്ല നമ്മൾ കഴിക്കുമ്പോൾ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടണം ഉരുളക്കിഴങ്ങ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ വേവിച്ചെടുത്തത്. ഇനി നമുക്ക് നമ്മളുടെ വേവിച്ച് വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് മസാലയുടെ കൂടെയൊക്കെ ഒന്ന് നന്നായി മിക്സ് ആയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ബാക്കിയുള്ള അരിയും കൂടി ചേർത്ത് കൊടുക്കാം. അരി ബാക്കി വരികയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അത് വേറെ ഏതെങ്കിലും ദിവസം പുലാവോ ജീരാ റൈസോ ഉണ്ടാക്കി കഴിക്കാം. ഇനി ഇതെല്ലാത്തിനും ഒന്ന് നന്നായി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ തവ പുലാവ് റെഡി. അപ്പോൾ പുലാവിന് സൈഡായിട്ട് നമുക്കിവിടെ റൈത്ത ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ കട്ടത്തൈര് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ച തൈരാട്ടോ. നിങ്ങൾക്ക് വീട്ടിൽ കട്ടത്തൈര് ഉണ്ടെങ്കിൽ അതായാലും എടുത്താൽ മതി. ഇനി ഇതിനെ നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് അടിച്ചിട്ട് സോഫ്റ്റ് ആക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായി അരിഞ്ഞു വെച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മുളക് പൊടി വെതറിടാം. അപ്പം നമ്മളുടെ രായത്തയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് വേറെ പച്ചക്കറി ഇടാം കേട്ടോ. ഈ രായത്തയിൽ ഇഷ്ടമുള്ള പച്ചക്കറി കുക്കുംബർ ആയാലും ഇടാം, എന്ത് വേണമെങ്കിലും ഇട്ട് നമുക്ക് രായത്ത ഉണ്ടാക്കാം. അപ്പോൾ നമ്മളുടെ വെജ് തവ പുലാവ് ആൻഡ് റൈത്ത റെഡി. ഇതിന് മുകളിൽ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഈ പുലാവും രായത്തയുടെയും കൂടെ വേറെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഏതാണെന്നറിയോ? നമ്മളുടെ നാടൻ പപ്പടം. നമ്മൾ ബിരിയാണിയുടെ കൂടെ പപ്പടം കഴിക്കില്ല, അതുപോലെ തന്നെ ഈ പുലാവിൻ്റെ കൂടെ റൈത്തയും കൂടി മിക്സ് ചെയ്തിട്ട് ഈ പപ്പടം കൂടി ഒന്ന് കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു. ബൈ.